ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേസ് ടച്ച് ചെയ്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഫേസിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ആക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഫയൽ എററാവും. അപ്പോൾ അത് ചെയ്യാൻ അത് സംഭവിക്കരുത്. ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്ഷൻ കൊടുക്കണം. ഓക്കെ. ഫേസ് കോൺട്രാസ്റ്റ്, ആ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ല, ഫയലുകൾ 3 ഫയലുകൾ അഡീഷണൽ വരുന്നു. F7 അടിച്ചാൽ ലെയർ കിട്ടും. ആ ലെയറിൽ കാണുന്ന 3 ലെയറുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. 3 ലെയറുകൾ, അത് 3ഉം ആക്റ്റീവായി കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ആക്റ്റീവാക്കി കൊടുക്കല്ലേ, നേരത്തെ ആക്റ്റീവ് ആവും. അത് ഞാൻ ഒന്ന് കാണിച്ചെന്നാണ്, ബിഫോറും ആഫ്റ്ററും കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ഫേസ് കോൺട്രാസ്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഗോൾഡ്, പിന്നെ അതേപോലെ തിളങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് ഗ്ലോ കൂട്ടാം. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ കയ്യിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ബ്ലാക്കായി കിടക്കണം, അത് നമുക്ക് കളറ് ലൈറ്റ് ആക്കാം, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. അത് കംപ്ലീറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഡ്രസ്സ് ഷാർപ്പനിങ്, ഫേസ് അല്ല, ആ ഫേസ് ഷാർപ്പനിങ് നോക്കാം. ഫേസ് മാത്രം ഒന്ന് ഷാർപ്പൻ കൊടുക്കുക. ഷാർപ്പനിങ്, ഫേസ് ഷാർപ്പനിങ്. ഇതെല്ലാം ഒരു ഫോട്ടോയിൽ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു ഫോട്ടോ ചെയ്യുമ്പോൾ നമുക്ക് ചില ഫോട്ടോസ് അതിൻ്റെ പെർഫെക്ഷൻ്റെ അങ്ങേ തല വരെ പോകേണ്ടി വരും. അങ്ങനെ വരുന്ന സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോന്ന് സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നന്നാവും. അത് നമ്മൾ ഓഡിയൻസിന് അങ്ങനത്തെ ഉള്ള ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യണത് ബെറ്ററാണ്. ഓക്കെ. നമ്മൾ ഈ ഐക്കൺ, 2 ഐക്കൺ കാണുന്നതിൻ്റെ വലുതാണ് കറക്റ്റ് ഐക്കൺ, മറ്റത് അതിൻ്റെ ഇതായിട്ട് വരുന്ന, നമ്മൾ മിററിങ് വരുന്നതാണ്. അത് എന്താണെന്നൊരു മനസ്സിലാവണില്ല, ഞാൻ കുറേ നോക്കിയിട്ട് ശരിയായിട്ടില്ലത്. ഓക്കെ, അത് കഴിഞ്ഞു കംപ്ലീറ്റ് കൊടുക്കുക. ഫേസ് കോൺട്രാസ്റ്റും കൂടെ നോക്കി നോക്കാം. ഫേസ് കോൺട്രാസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ തന്നെ ശരിയാവും. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ്, മുടിയൊക്കെ നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ ഒന്നുകൂടി ഡെപ്ത്ത് കൂട്ടാം. അതേപോലെ ബ്രൗണ്, 2 കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹെയർ കളറിങ് 2 ചെയ്യാൻ പറ്റും, ബ്രൗണും പിന്നെ വേറെ ഏതൊരു കളറും കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 കളർക്ക് നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓരോ ഇഴകളെടുത്ത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് കളറ് ബ്ലാക്ക് കൊടുക്കാം, അതായത് ഹെയറിനെ ബ്ലാക്ക് കളറിനെ ഒന്നുകൂടെ ഡെപ്ത്ത് കൂട്ടാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒപ്പാസിറ്റി, ഫ്ലോ, സ്മൂത്ത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഒപ്പാസിറ്റി എപ്പോഴും പിന്നെ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു 28, 30, അതേപോലെ ഫ്ലോ അതേപോലെ ഒരു 26 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാവും നല്ലത്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഴകൾ കാണില്ല, അത് ഒന്നായി പോവും. അത് മുടി ആ ഒരു ഫീല് നഷ്ടപ്പെടും മുടിൻ്റെ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒപ്പാസിറ്റിയും ഫ്ലോയും ഒക്കെ കുറച്ചിടുകയാണ് ഏറ്റവും നല്ലത്. ഞാനെടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊരു ലൈക്ക് ഇടുകൊണ്ടു. പിന്നെ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ വെച്ചാൽ ഇത് പിന്നെ പബ്ലിക്കല്ല, അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറവായിരിക്കും. നിങ്ങളെപ്പോലെ വരുന്നവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യൂല. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഓരോ വീഡിയോക്കും ലൈക്കും ഇടുകയാണെങ്കിൽ വളരെ നന്നായി. കമൻ്റ് ഇടാൻ പറ്റില്ല, കാരണം ഇത് അൺലിസ്റ്റഡ് വീഡിയോസ് ആയതുകൊണ്ട് കമൻ്റ് ഇടാൻ കഴിയില്ല. പക്ഷെ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത്.
കംപ്ലീറ്റ്. ഓക്കെ. ഇനി ആ ഹെയർ നമ്മൾ പിന്നെ കാണുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ഡാർക്ക് ആക്കണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിടാം. ഓക്കെ, എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.